ഹരേ രാമ ഹരേ കൃഷ്ണ. കൃഷ്ണപാദം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവത്ഗീത വെറുമൊരു പുസ്തകമല്ല, മറിച്ച് നമ്മുടെ ബോധത്തെ പരിവർത്തനം ചെയ്യാനും ഉന്നതമായ പൂർണ്ണതയിലേക്ക് നയിക്കാനും കഴിയുന്ന ഒരു ജീവിക്കുന്ന വഴികാട്ടിയാണ് ഭഗവത്ഗീത. ശാന്തിയാണ് ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ ലോകദ്വന്ദ്ങ്ങൾ നിറഞ്ഞതാണ്. സമ്പത്തുണ്ടെങ്കിൽ ദാരിദ്ര്യമുണ്ട്, സുഖമുണ്ടെങ്കിൽ ദുഃഖവുമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ വിദ്വേഷവുമുണ്ട്. ഈ രണ്ട് അവസ്ഥകളിലൂടെയും കടന്നു പോകാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാം. എന്നാൽ ഗീത പറയുന്ന ഈ രണ്ട് അവസ്ഥകളെയും യോഗി ഒരുപോലെ കാണണം എന്നാണ്. ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു എന്ന് അറിയണം. ജ്ഞാനം തന്നെ മുക്തി. ജ്ഞാനം നേടിയ ശേഷം നിയമാനുസൃത ധനം സമ്പാദിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാം മംഗളമായിരിക്കും. ഭഗവത്ഗീത ആരംഭിക്കുന്നത് തന്നെ ഒരു യുദ്ധക്കളത്തിൽ വെച്ചാണ്. ഭഗവത്ഗീത പഠിക്കാൻ, വായിച്ചാൽ മനസ്സിലാക്കാൻ ഭഗവാൻ നാരായണൻ തന്നെ വിചാരിക്കണം. വേദങ്ങൾ പഠിക്കുന്നതിലൂടെയും യാഗങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെയും തപസ് ചെയ്യുന്നതിലൂടെയും ദാനം നൽകുന്നതിലൂടെയും ഒരാൾക്ക് എന്ത് നേട്ടങ്ങൾ ലഭിച്ചാലും ഭഗവത്ഗീത പഠിക്കുന്നതിലൂടെ അവയെല്ലാം മറികടക്കാൻ കഴിയുമെന്ന് ഭഗവത്ഗീത പറയുന്നു. കാരണം ഭഗവത്ഗീത ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമായ ദൈവസ്നേഹം നേടുക എന്നതാണ് പറയുന്നത്. ഭഗവത്ഗീത ഒരു പ്രത്യേക വിഭാഗത്തിനുള്ളതല്ല, മറിച്ച് സത്യത്തിൽ താൽപ്പര്യമുള്ള എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഏറ്റവും പാപിയായ, താഴ്ന്ന വംശജനായ അല്ലെങ്കിൽ യോഗ്യതയില്ലാത്ത വ്യക്തിക്ക് പോലും നാരായണനെ അഭയം പ്രാപിച്ചാൽ ഏറ്റവും ഉയർന്ന പൂർണ്ണത കൈവരിക്കാൻ കഴിയുമെന്ന് ഭഗവത്ഗീത പറയുന്നു. ആർക്കും ഭഗവത്ഗീത വായിക്കാനും അതിൻ്റെ പഠിപ്പിക്കലുകളിൽ നിന്ന് പ്രയോജനം നേടാനും കഴിയും. ഒരു സദ്ഗുരുവിൻ്റെ മാർഗനിർദ്ദേശത്തിൽ ഭഗവത്ഗീത പഠിക്കുന്നതിലൂടെ ഭൂതകാലത്തിൽ നിന്ന് പഠിച്ച ഭാവി ആസൂത്രണം ചെയ്തുകൊണ്ട് വർത്തമാനകാലത്ത് ഭയവും വിലാപവും കൂടാതെ പ്രവർത്തിക്കാൻ കഴിയും. ഭഗവത്ഗീത വായിക്കുന്നതിലൂടെ ഒരാൾ ജ്ഞാനിയും സൗമ്യനുമായി തീരുന്നു. ഭഗവത്ഗീത ജ്ഞാനത്തിൻ്റെയും ആത്മീയതയുടെയും ഒരു നിധിയാണ്. നമ്മുടെ ജീവിതത്തെ പലതരത്തിൽ സമ്പന്നമാക്കും. ഇത് പഠിക്കുന്നതിലൂടെ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും വികാരങ്ങളെയും എങ്ങനെ നിയന്ത്രിക്കാം, ഏത് സാഹചര്യത്തിലും ശാന്തമായും സംയമനത്തോടെയും എങ്ങനെ നിലകൊള്ളാം, അറിവും വിനയവും എങ്ങനെ നേടാം, ജനന മരണ ചക്രത്തിൽ നിന്ന് നമ്മെ തന്നെ എങ്ങനെ മോചിപ്പിക്കാം, ജീവിതത്തിൻ്റെ പരമോന്നത ലക്ഷ്യമായ കൃഷ്ണനോടുള്ള സ്നേഹവും ഭക്തിയും എങ്ങനെ വളർത്തിയെടുക്കാം എന്നിവ നമുക്ക് പഠിക്കാൻ കഴിയും. ഭഗവത്ഗീത വെറും ഒരു പുസ്തകമല്ല, മറിച്ച് നമ്മുടെ ബോധത്തെ പരിവർത്തനം ചെയ്യാനും ഉന്നതമായ പൂർണ്ണതയിലേക്ക് നയിക്കാനും കഴിയുന്ന ഒരു വഴികാട്ടിയാണ് ഭഗവത്ഗീത. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.